10 ദിവസമായി ഇതുവരെ ഈ ആനയെ വെടിവെക്കാൻ സാധിച്ചിട്ടില്ല സർക്കാരിന്. മനുഷ്യന് പുല്ലുവിലയാണ് സർക്കാർ കൽപ്പിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പടമല ചാലിഗദ്ദ പനച്ചിയിൽ അജീഷിന്റെ വീട്ടിലെത്തിയ മന്ത്രി സംഘത്തോട് പൊട്ടിത്തെറിച്ച് അജീഷിന്റെ മകൾ അൽന. മുളവടിയും പടക്കവും കൊണ്ട് മാത്രം വനപാലകർക്ക് ജോലി ചെയ്യാനാവില്ല. ആത്മരക്ഷാർത്ഥം അവർക്ക് തോക്ക് നൽകണം. തോക്കുണ്ടായിരുന്നെങ്കിൽ പുല്ലപ്പള്ളി പാക്കത്തെ പോൾ ചേട്ടന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അൽനയുടെ വാക്കുകൾ അങ്ങനെയാണ്. വന്യജീവികളുടെ വോട്ട് നേടിയല്ല ആരും ജയിച്ചത്. വന്യജീവികളോടാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ വോട്ട് തേടി ആരും ജനങ്ങളുടെ അടുത്തേക്ക് വരരുത്. വോട്ട് തേടി കാട്ടിൽ പൊക്കോണം. വിഷമത്തോടെയാണ് അൽന പറയുന്നത്. എന്താണെന്നറിയോ, അവരുടെ ചേട്ടൻ മരിച്ചപ്പോ ആ ചേട്ടൻ തോക്കൊണ്ട് ചേട്ടൻ വെടിവെക്കാൻ ആ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ ആത്മരക്ഷയ്ക്ക് ഒരു തോക്ക് മുളവടി പോരാ, ഈ പടക്കം പോരാ, ഒരു തോക്കെങ്കിലും കൊടുക്കണം. അജീഷ് മരിച്ചതിന്റെ 11ാം ദിവസമാണ് മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K രാജൻ, MB രാജേഷ് എന്നിവർ വീട്ടിലെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 4:45 വീട്ടിലെത്തിയ അവർ കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടും സംസാരിച്ച് 5:05 മടങ്ങിപ്പോയി. സംഭവം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിക്കാത്തതിലുള്ള അമർഷം കുടുംബാംഗങ്ങൾ നേരിട്ട് തന്നെ മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. എന്റെ കൊച്ചാണ് പോയത്. വനമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങിയാൽ ജനത്തിന് ജീവിക്കാൻ കഴിയില്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അജീഷിന്റെ അച്ഛൻ ജോസഫിന്റെ വാക്കുകൾ അതാണ്. കേന്ദ്ര സർക്കാരിനോട് നിയമത്തിൽ ഭേദഗതി വരുത്തണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, വികാരം പറഞ്ഞ കാര്യമല്ല. ആ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിയമസഭ ഏകണ്ടായിട്ടല്ലേ ഇത് സംഭവിച്ച ഭാവി കാര്യം ഇതുവരെ വെടിവെക്കാൻ പറ്റിയിട്ടില്ല ഈ മനുഷ്യർ ഗവൺമെന്റിന്. മനുഷ്യർക്ക് ആർക്കാ വില ഇവിടെ? മനുഷ്യന്റെ പുല്ല് വില ഗവൺമെന്റ് കൊടുത്തേക്കുന്നത് ഇവിടെ. നമ്മുടെ എഗ്രിമെന്റിന്റെ ഫണ്ടിന്റെ എഗ്രിമെന്റ് അല്ല. വനമന്ത്രി സഭയിൽ പറഞ്ഞായിരുന്നു വനം സംരക്ഷിക്കുക, വന്യമൃഗത്തെ സംരക്ഷിക്കാനാണ് എന്ന്. അതുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് വിലയില്ലാത്തത്. വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ കന്നുകാലി വളർത്തുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇനി വന്യജീവികൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ചാൽ ഒന്നും നോക്കാതെ വെടിവെച്ച് കൊല്ലുമെന്നും അജീഷിന്റെ അച്ഛന്റെ സഹോദരൻ ബേബി പറയുന്നു. കന്നുകാലികളെ വളർത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവയെ പോറ്റി ഉപജീവിക്കുന്ന കർഷകർക്ക് മാസം 20,000 രൂപ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. വഴക്ക് പറയുന്നതല്ലെന്നും മനസ്സിന്റെ വിഷമം കൊണ്ട് പറയുന്നതാണെന്നുള്ള മുഖവരയോടെയാണ് ബേബി സംസാരിച്ചു തുടങ്ങിയത്. കന്നുകാലികളെ വളർത്തുന്നതിന് സർക്കാർ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് മന്ത്രി K രാജൻ മറുപടി പറഞ്ഞു. സർവകക്ഷി ചർച്ചയിൽ പല അഭിപ്രായങ്ങളുടെയും കൂട്ടത്തിൽ വന്ന അഭിപ്രായമാണെന്നും സർക്കാർ അത് അംഗീകരിച്ചിട്ടില്ലെന്നും അങ്ങനൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളില്ലെന്നും മന്ത്രി MB രാജേഷ് ഉറപ്പു നൽകി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.